ECG വേണം തന്നെ പോയി എടുത്തോണം, ഇതൊന്നും എൻ്റെ പണിയല്ല, സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതിയെന്ന്. ഞാൻ ചോദിച്ചു, എനിക്കൊരു ആംബുലൻസ് ഒന്നെങ്കിലും എനിക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. ഇതൊന്നും ഞങ്ങളുടെ പണിയല്ല, നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. 3 ബ്ലോക്കായിരുന്നുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കിടന്ന് ഞാൻ മരിച്ചു പോകേണ്ടി വരും. എൻ്റെ കൂട്ടത്തിൽ ആളില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അവിടെ നിന്ന് KSRTC ബസ്സിൽ കയറി ഏതാണ്ട് 9 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടി വന്നൊരവസ്ഥയുണ്ട്. യാത്രക്കിടയിൽ ഹൃദയാഘാതം സംഭവിച്ച വ്യക്തിക്ക് സർക്കാർ ആശുപത്രിയിൽ കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എന്ന് പരാതി. കോട്ടയം മുണ്ടക്കയം സ്വദേശിയായ ഷിബുവാണ് തിരുവല്ല താലൂക്ക് ആശുപത്രിക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത്. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കൃത്യമായ ചികിത്സ ലഭിക്കാത്ത സാഹചര്യത്തിൽ KSRTC ബസ്സിൽ കയറി മറ്റൊരു ആശുപത്രിയിലേക്ക് പോയി ചികിത്സ തേടേണ്ട അവസ്ഥ തനിക്കുണ്ടായി എന്നുള്ളതാണ് ഷിബു പറയുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കടക്കം പരാതി നൽകിക്കൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഷിബുവിൻ്റെ തീരുമാനം. കഴിഞ്ഞ 2-ാം തീയതി വീട്ടിൽ നിന്ന് ഒരാവശ്യത്തിന് തിരുവല്ല വരെ പോകേണ്ടി വന്നു. ഏകദേശം ഒരു 3 മണി 2:30 അടുത്ത് ഞാൻ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുകയും തൊട്ട് താഴെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ച് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ശങ്കിനകത്ത് വേദന പോലെ അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ തൊട്ടപ്പുറത്തൊരു മെഡിക്കൽ സ്റ്റോർ കണ്ടു. അവിടെ പോയി ഒരു ഗ്യാസിൻ്റെ ഗുളിക വാങ്ങി കഴിച്ചു. കഴിച്ചിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു. നിൽക്കുന്ന സമയം തോറും വേദന ഇങ്ങനെ കൂടിക്കൂടി വരികയും സഹിക്കാൻ മേലാത്തൊരു വേദന ചങ്കിനകത്തേക്ക് വരികയും ചെയ്തു. അപ്പം പെട്ടെന്ന് ഞാൻ അവിടെ ഒരു ഓട്ടോറിക്ഷ കൈ കാണിച്ച് നിർത്തി ആ ഓട്ടോറിക്ഷയിൽ കയറി എന്നെ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുകയും OP ടിക്കറ്റ് എടുത്ത് ഞാൻ പറഞ്ഞതുപോലെ ചങ്കിനകത്ത് വേദനയാണെന്ന് പറഞ്ഞു. അവരന്നേരം എന്നോട് പറഞ്ഞു ECG എടുക്കണം എന്ന് പറഞ്ഞ് ECG എഴുതി തന്നു. ECG എടുത്തു. തിരിച്ചു വന്ന് പ്രഷർ നോക്കി കഴിഞ്ഞപ്പം എന്നെ ഏതാണ്ട് വലിയ തോതിൽ പ്രഷർ കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഏതാണ്ട് ഒരു 5 മിനിറ്റ് വേദന കുറവ് വന്നു. പിന്നെ നേരത്തെ ഉണ്ടായതിനെ കഴിഞ്ഞും ഇരട്ടി വേദനയാണ് ശരീരത്തിൽ. അത് കയ്യേലെല്ലാം അങ്ങ് ബാധിച്ചു. കയ്യേലൊക്കെ ഭയങ്കരമായ കട്ട് കഴിക്കുന്ന പോലെ ആയി. പിന്നെ ഭയങ്കരമായി വിയർക്കുന്നൊരവസ്ഥ. അന്നേരം ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തിട്ടും വേദന കുറയുന്നില്ല. വേദന കുറയാതെ വന്നപ്പോഴത്തേന് ഞാൻ ഡോക്ടറെ വീണ്ടും കാണുന്നു. വീണ്ടും കണ്ടപ്പോഴത്തേന് ഡോക്ടർ വീണ്ടും ECG എടുക്കാനും രക്തം പരിശോധിക്കാനും പറഞ്ഞു. അപ്പോൾ ECG എടുത്തപ്പോൾ പ്രശ്നമില്ലായിരുന്നു. വീണ്ടും ECG എടുക്കാനും രക്തം പരിശോധിക്കാനും കൂടെ എഴുതി തന്നു. ആ സാഹചര്യത്തിൽ എനിക്ക് ആ ഇരിക്കുന്നിടത്തൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഞാൻ എണീറ്റൊന്ന് നിന്ന് നോക്കി, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഒരു അടി അങ്ങോട്ട് അനങ്ങാനൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥ. ആ സമയത്ത് ഞാൻ അവിടുത്തെ ഉണ്ടായിരുന്നൊരു മെയിൽ നേഴ്സ് ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ എന്നെ സഹായിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് എൻ്റെ പണിയല്ല, ECG വേണം തന്നെ പോയി എടുത്തോണം, ഇതൊന്നും എൻ്റെ പണിയല്ല, സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ സമയത്ത് അവിടെ വേറൊരു പേഷ്യൻറ്റിനെയായിട്ട് ഒരു ട്രോളിയിൽ വേറൊരു പേഷ്യൻറ്റിനായിട്ട് വന്നൊരു സ്ത്രീയാണ് ഇവരെല്ലാം ഒരു 3 ഡോക്ടേഴ്സുണ്ട്. ബാക്കി അവിടുത്തെ നേഴ്സുമാർ, സ്റ്റാഫ്, എനിക്ക് തോന്നുന്നു അവിടെ ആർക്കും പരിചയമുള്ള ഒരാളാണ് ഈ വന്ന ലേഡി. അവരെല്ലാം കൂടെ ആ മുറിയിലേക്ക് ഇവരെ കൊണ്ടുവന്ന ആ ഒരു ക്യാബിനിലേക്ക് കയറുകയും ആ ECG എടുക്കുന്ന ആൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇവിടെ വന്നവർക്ക് ECG എടുക്കുകയും ആംബുലൻസ് അവരെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊരു ആംബുലൻസ് ഒന്നെങ്കിലും എനിക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. ഇതൊന്നും ഞങ്ങളുടെ പണിയല്ല, കൂടുതൽ ആളുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം എന്ന് പറയുന്നു. കുറേ സമയം കൂടെ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് വേദന കുറയുന്ന പോലെ തോന്നി. ആ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം മഴയുണ്ട്. ആ മഴ നനഞ്ഞ് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷയിൽ കയറി നേരെ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് ആ വേദന വെച്ചുകൊണ്ട് തന്നെ KSRTC കോട്ടയം KSRTC ബസ്സിൽ കയറി കോട്ടയം ടിക്കറ്റ് എടുത്തു. താങ്കളുടെ ഉദ്ദേശം എന്താണ്? കോട്ടയം മെഡിക്കൽ കോളേജ് വരെ എത്തുക എന്നുള്ളതാണ്. കാരണം എനിക്കൊരു പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നാമത്തെ പ്രശ്നം ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിലെ പൈസ പരിമിതമാണ്. ഉറപ്പാണ് എനിക്ക് ഗുരുതരമായ പ്രശ്നം വെച്ചാൽ ഈ കൈയെല്ലാം കട്ട് കിടച്ച് എന്താ പറയുക, പെടലിയുടെ ഈ ഭാഗം എല്ലാം അങ്ങോട്ട് ഭയങ്കരമായ വേദന. ഒരു നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ തന്നെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നൊരു അവസ്ഥയുണ്ട്. അങ്ങനെ ഞാൻ ആ KSRTC ബസ് ചങ്ങനാശ്ശേരി വരെ ഇരുന്നു. തീർത്തും വയ്യാതായ അവസ്ഥ. അതായത് എനിക്ക് കോട്ടയം വരെ എത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചങ്ങനാശ്ശേരി ഇറങ്ങുകയും അവിടെ നിന്നൊരു ഓട്ടോറിക്ഷ പിടിച്ച് ഉദയഗിരി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ, ആ ഓട്ടോറിക്ഷക്കാരൻ ചേട്ടൻ എന്നെ അവിടെ കൊണ്ടാക്കുമായിരുന്നു. കാഷ്വാലിറ്റി ചെന്നവർ ECG ഒക്കെ എടുത്ത് മരുന്നൊക്കെ വേദനയ്ക്കുള്ള മരുന്നൊക്കെ ചെയ്തു. പിന്നെയും വേദന കുറയുന്നില്ല. ഏതാണ്ട് ആ സെയിം അവസ്ഥ തന്നെ ഒരു രീതിയിലും, അതായത് എന്താ കിടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ആയപ്പോഴത്തേന് അവർ ആംബുലൻസ് വിളിക്കുകയും ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുമായിരുന്നു ഉണ്ടായത്. ചെത്തിപ്പുഴ എത്തിയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ആൾ വന്നു. ചെത്തിപ്പുഴ എത്തി ഒരു 20-25 മിനിറ്റിനകം അവർ എനിക്ക് വന്നത് അറ്റാക്കാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. അത് ഫർദർ ട്രീറ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് പറഞ്ഞതിന് കൊണ്ടോ തന്നെ എനിക്ക് അത് അഫോർഡബിൾ അല്ലായിരുന്നുകൊണ്ട് ഞാൻ അവരോട് സംസാരിച്ച് അവരൊരു ICU ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിടുകയായിരുന്നു. ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും പിറ്റേ ദിവസം അവിടുത്തെ സാഹചര്യം അനുസരിച്ച്, അതായത് അവിടെ
കിടക്കകളൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി എനിക്ക് കുറച്ചുകൂടെ അടുത്തായതുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് മാറ്റുകയും കാഞ്ഞിരപ്പള്ളി വന്ന് അന്ന് തന്നെ ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്ത് മൂന്ന് ബ്ലോക്കായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലെത്തി. ഇന്നലെ ആണ് വീട്ടിലെത്തുന്നത്. നമ്മൾ രാവിലെ ഇറങ്ങുന്നത് നമുക്ക് അറ്റാക്ക് വരും അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രോഗം വരുമെന്ന് ഉദ്ദേശിച്ചല്ല വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്താണി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ്. ആ മെയിൽ നേഷനോട് ഞാൻ പലതവണ ചോദിച്ചു. എന്നെ ഒന്ന് ECG എന്നെ ബ്ലഡും എന്നെ പരിശോധിക്കാൻ എഴുതുന്നപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടത്തിൽ ആരുമില്ല. അപ്പോൾ അദ്ദേഹം എടുത്ത് പറഞ്ഞൊരു കാര്യം, ഇത് എൻ്റെ പണിയല്ല. സാധാരണ നമുക്കറിയാം വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലാണെങ്കിൽ അവർ വീൽ ചെയർ സംവിധാനം ഉപയോഗിക്കും. ഇതൊന്നുമില്ല. ഈ വീൽ ചെയർ സംവിധാനം ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ എന്താ പറയുക, എനിക്ക് അവിടുന്ന് സ്വയം ഇറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥ വന്നു. ഒന്നല്ല, പലതവണ ഞാൻ ചോദിച്ചു. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് എൻ്റെ പണിയല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ആളില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പോകുമ്പോൾ പകുതി വഴിയിൽ അസുഖം വരും, അറ്റാക്ക് വരും എന്ന് ധരിച്ചാലല്ല ആരും ഇറങ്ങുന്നല്ല. ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അവിടെ വേറൊരാൾ വന്നപ്പോൾ അവർക്ക് ആരോ കണക്റ്റായിട്ട് വന്നപ്പം എന്താ പറയുക, ഒരു ക്രൂ മുഴുവനാണ് അവർക്കൊപ്പം നിന്നത്. അവരെ അറ്റാക്ക് വന്ന ആ സ്ത്രീയെ ആംബുലൻസ് കയറ്റി അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അയാൾ പറഞ്ഞാൽ ഒറ്റയ്ക്കായി പോയെങ്കിൽ ചികിത്സ നിഷേധിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായ സഹായം കിട്ടത്തില്ല. നമുക്ക് എന്താ പറയുക, അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കിടന്ന് ഞാൻ മരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ വേറെ നിവൃത്തിയില്ലാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയും ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഞാൻ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തുകയും അവിടുന്ന് KSRTC കയറി ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങുകയുണ്ടായത്. അവിടെ ഇരിക്കുന്ന അറ്റൻഡർമാരുടെയൊക്കെ പണി ഇതാണ്. വരുന്ന രോഗികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഞാനവിടെ ചോദിച്ചു, എനിക്കൊന്ന് വാഹനം അറേഞ്ച് ചെയ്യുക. അതൊന്നും എൻ്റെ പണിയല്ല, അതൊന്നും ഞങ്ങളുടെ പണിയല്ല. പിന്നെ ഇവരുടെ പണിയല്ല. വേറൊരു രോഗിയായിട്ട് വന്നപ്പോൾ അവർ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവർക്ക് വന്ന അസുഖം എനിക്ക് വന്ന അസുഖം ഒന്നാ. പക്ഷേ അവരുടെ അസുഖം ആ ടൈമിൽ കണ്ടുപിടിച്ചു. എൻ്റെ അസുഖം സെയിമാണ്. അത് കണ്ടുപിടിക്കാത്ത ഇവരുടെ തെറ്റല്ലേ? എന്താണ് താങ്കളുടെ ആവശ്യം? എന്താണ്? അതായത് എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വേറൊരാൾക്ക് ഇതുണ്ടാവരുത്. മാതൃകാപരമായിട്ട് ഇവർക്കെതിരെ നടപടി വേണം. പരാതികൾ നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ആരോഗ്യ സെക്രട്ടറിക്കും പരാതിയുള്ളൂ. ഒരു മര്യാദ എന്ന് പറയുന്ന സാധനമുണ്ട്. കാര്യം അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ വന്നപ്പോൾ അവർ മികച്ച ചികിത്സ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മികച്ച ചികിത്സ അവിടെ ഇല്ലാത്തെന്ന് ഉറപ്പാക്കി അവരെ വേറെത്തേക്ക് കൊണ്ട് ഇതേ അസുഖമുള്ള ആളെ ആംബുലൻസ് വിളിച്ച് അവർ വിടുകയും എൻ്റെ കൂട്ടത്തിൽ ആളില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അവിടുന്ന് KSRTC ബസ്സിൽ കയറി ഏതാണ്ട് 9 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടി വന്നൊരവസ്ഥയുണ്ട്. നിയമപരമായിട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന നടപടി സർക്കാർ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മറ്റൊരു ആശുപത്രിയിലേക്ക് പോകുന്നതിനായി ഒരു വാഹനം വിളിച്ച് നൽകാമോ എന്ന് ചോദിച്ചിട്ടും അതിന് പോലും ആശുപത്രി ജീവനക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് ആക്ഷേപം. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കടക്കം പരാതി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഷിബു വ്യക്തമാക്കി. കോട്ടയം മുണ്ടക്കയത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അനിൽ മാമ്പതിക്കൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.